ഹായ് ഡിയർ, വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ്. ഇത് ജേണി കൺഫർമേഷൻ ചെയ്തിട്ടില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫോണിൽ ട്വിൻ ഫ്ലെയിം ജേണിയെ കുറിച്ചിട്ടുള്ള വീഡിയോസ് റെക്കമെൻഡഡ് ആയിട്ട് വരുന്നുണ്ടാകും. നിങ്ങൾ യാദൃച്ഛികമായിട്ടായിരിക്കാം വീഡിയോസ് കാണുന്നുണ്ടാവും. തുടക്കത്തിലൊക്കെ ടാരറ്റ് റീഡിങ്സ് ആയിട്ടോ അതല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിമിനെ കുറിച്ച് പറയുന്ന വീഡിയോസായിട്ടോ ഒക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇതിങ്ങനെ കണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നുകയാണ് ഞാനൊരു ട്വിൻ ഫ്ലെയിം ആണോ എന്ന്. അപ്പോൾ അതെങ്ങനെ കൺഫേം ചെയ്യാം എന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ അത്യാവശ്യം കുറച്ചൊരു ടൈം കൊടുക്കുക കൺഫർമേഷന് വേണ്ടിയിട്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയട്ടെ, ട്വിൻ ഫ്ലെയിം അല്ലാത്തൊരു വ്യക്തിയുടെ ഫോണിലേക്ക് ഒരിക്കലും ട്വിൻ ഫ്ലെയിമിൻ്റെ വീഡിയോസ് ചെല്ലില്ല. അതൊരു ഫസ്റ്റ് പോസിബിലിറ്റിയാണ്. പിന്നെ ആ വീഡിയോസിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റെസണേറ്റഡ് ആകുന്നുണ്ടോ എന്ന് നോക്കുക. അത് റെസണേറ്റഡ് ആകുന്നുണ്ടെങ്കിൽ അവിടെയും ഒരു ചാൻസാണ്. സെക്കൻഡ് പോയിൻ്റായി. പിന്നെ നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ, എന്താണ് ട്വിൻ ഫ്ലെയിം ജേണി എന്ന് മനസ്സിലാക്കാൻ ഒരു ടൈം എടുക്കുക. ഓക്കെ, അതിലും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടാവും. അതൊക്കെയും നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എങ്കിൽ അപ്ഡേറ്റ്സ് ഉണ്ടാവുമല്ലോ, അതൊക്കെയും നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അതൊരു തേർഡ് പോയിൻ്റാണ്. നിങ്ങൾക്ക് ഈ ജേണി ആണെന്ന് കൺഫേം ചെയ്യാനുള്ള ഒരു തേർഡ് പോയിൻ്റാണ്. അതുപോലെ തന്നെ കുറച്ചുകൂടെ ഇങ്ങനെ നിങ്ങൾ ഈ ഒരു ജേണിയെ പറ്റിയിട്ടുള്ള വീഡിയോസ് കാണാനിടയാകുന്നു. ചിലപ്പോൾ നിങ്ങളായിട്ട് തന്നെ സെർച്ച് ചെയ്ത് പോയി കാണുന്നു. അത് നിങ്ങളുടെ സോള് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നതാകാം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് തോന്നുവാണ് ഞാൻ ഈ ട്വിൻ ഫ്ലെയിം ജേണിയിൽ തന്നെ ഉള്ള ആളാണ് എന്ന് തോന്നുകയാണ്. ഒരു 70% തോന്നുകയാണ്. ചില സമയങ്ങളിൽ ഇതിൻ്റെ തോന്നലായി കൂടെ എന്നൊരു ചിന്തയും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ട്വിൻ ഫ്ലെയിം ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഇതുപോലെ എന്നെപ്പോലെ ഗൈഡൻസ് കൊടുക്കുന്ന വ്യക്തിയിൽ നിന്നും ഒരു ഗൈഡൻസ് എടുക്കുക. അതെപ്പോഴും നിങ്ങൾക്ക് റെസണേറ്റഡ് ആകുന്നൊരു വ്യക്തിയായിരിക്കണം. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാവർക്കും റെസണേറ്റഡ് ആകണം എന്നില്ല. ഓക്കെ, ഇപ്പോൾ ഓരോരുത്തർക്കും ഒരു ട്വിൻ ഫ്ലെയിം എന്ന് പറയുമ്പോൾ പൊതുവായ ഒരു രൂപം ഉണ്ടെങ്കിൽ കൂടി ഓരോരുത്തർക്കും ജേണി വ്യത്യസ്തമാണ്. ഓരോരുത്തരും ഓരോ കാഴ്ചപ്പാടുകളിലൂടെയാണ് സംസാരിക്കുന്നത്. ഓരോരുത്തർക്കും ഡിവൈൻ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് വെച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. ഓരോരുത്തരും എന്തൊക്കെ അറിവുകളാണോ നേടിയിട്ടുള്ളത് അത് വെച്ചിട്ടാണ് അവർ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു വ്യക്തിയാണോ റെസണേറ്റഡ് ആകുന്നത് ആ ഒരു വ്യക്തി ഇത്തരത്തിൽ ഗൈഡൻസ് കൊടുക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ, ജേണി